അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്ന പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. മൊത്തത്തിൽ ഒരു തരംഗമാണ് ഇപ്പോഴത്തെ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അത് വിജയിക്കുന്നുണ്ട്, ചിലരൊക്കെ പൊളിഞ്ഞും പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് എനിക്കൊന്ന് തോന്നിയത്. ഇപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. ബക്കറ്റ് ചിക്കൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുവാനായിട്ടുള്ള ബക്കറ്റാണ്. നമ്മളിപ്പോൾ ഒരു എണ്ണയുടെ പാട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഈ പാട്ട ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചിക്കൻ ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണ്. വരഞ്ഞ് വെച്ചാൽ മാത്രമേ ഈ മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇതിന് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ: കറിവേപ്പില, മല്ലിയില, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നമ്മൾ ഇവയെല്ലാം നമ്മുടെ തൈരിൽ അരച്ച് വേണം നമുക്ക് ഇതിലേക്ക് പെരട്ടാനായിട്ട്. നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ശരിക്കും ഒന്ന് അടിച്ച് നമുക്കിത് പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് പെരട്ടാനായിട്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച ആ ഒരു മസാല നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എൻ്റെ വൈഫും സഹായത്തിനായിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. എന്തായാലും നമ്മുടെ ബക്കറ്റ് ചിക്കനിലെ പണി ആരംഭിക്കാം. നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കമ്പിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പേരയുടെ കമ്പാണ് എടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, വേറെ ഏതെങ്കിലും കമ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വാദും കൂടി നമ്മൾ ഈ പറയുന്ന ചിക്കനിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് പേരയുടെയോ കറിവേപ്പിലയോ മുളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ചിക്കൻ നമ്മൾ ഇതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബക്കറ്റ് കൊണ്ട് മൂടി വയ്ക്കാം. ഇനി ഇത് 4 വശവും നല്ല ഓല കൊണ്ട് നമ്മൾ കവർ ചെയ്യുവാണ്. കാരണം 4 വശത്തും ഇതിൻ്റെ ചൂടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുന്നത്. അതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ തീ കൊടുത്തുമാണ്. ഒരു ചിരട്ടയിൽ ഇത്തിരി കർപ്പൂരം ഇട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീ പിടിച്ച് കിട്ടും. നമ്മളിപ്പോൾ സാധാരണ ജസ്റ്റ് ഒന്ന് കൊളുത്തുന്നതേ ഉള്ളൂ. നമ്മളിത് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 4 സൈഡിലും നന്നായിട്ട് തീ പിടിപ്പിക്കണം. നമ്മൾ ഇപ്പോൾ നല്ല ഓലയാണ് നമ്മൾ വച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീപ്പ ശരിക്കും ചൂട് പിടിക്കണം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റാണ് നമ്മൾ കണക്കാക്കുന്നത്. ചൂടെടുത്തോ. നമുക്കിതിൻ്റെ ചൂടൊന്ന് നോക്കണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ഒന്ന് പൊക്കി നോക്കാം. ഇതാണ് നമ്മൾ ബക്കറ്റ് പൊക്കിയപ്പോൾ കണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജാണിത്. ഏകദേശം ഈ ഭാഗങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ മുകൾ ഭാഗം മാത്രമാണ് കുറച്ച് കരിഞ്ഞു പോയിട്ടുള്ളൂ. ബാക്കി എന്തായാലും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്ന പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ
പോരായ്മകൾ ഇത്തിരി കരിച്ചിലൊക്കെ ഉണ്ടായെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തായാലും നമ്മുടെ ഈ കുക്കിംഗ് ഗംഭീരമായിരുന്നു. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളിനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.